ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോ ഒരു സ്കിൻ വൈറ്റനിങ് പായ്ക്കാണ്. അതുപോലെ സ്കിന്നിന് നല്ലൊരു ബ്ലീച്ചിങ് എഫക്റ്റ് നൽകുന്ന പായ്ക്ക് കൂടിയാണ്. പെട്ടെന്നൊക്കെ നമ്മളൊരു ഫങ്ഷനൊക്കെ പോകുമ്പോൾ നമ്മുടെ വീട്ടിലുള്ള 2 സാധനങ്ങൾ ഉപയോഗിച്ച് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു പായ്ക്കാണ്. ഞാനിത് ഉപയോഗിച്ച് എനിക്ക് 100% റിസൾട്ട് കിട്ടിയൊരു പായ്ക്കാണ്. അതിനുവേണ്ടി നമ്മുടെ വീട്ടിലുള്ള എപ്പോഴും വീട്ടിൽ കാണുന്ന ഒരു സാധനമാണ് ഒരു മുട്ടയുടെ വെള്ള. പിന്നെ വേണ്ടത് 1.5 സ്പൂൺ പഞ്ചസാര. ഇത് രണ്ടും കൂടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. നല്ലതുപോലെ മിക്സ് ചെയ്ത് അതൊരു പതഞ്ഞ് വരുന്ന പരുവമാണ്. നല്ല പതഞ്ഞ് വരുമ്പം അതൊരു ക്രീം പോലെ നമുക്ക് കിട്ടും. ആ ക്രീമാണ് നമുക്ക് മുഖത്ത് അപ്ലൈ ചെയ്യാൻ വേണ്ടി വേണ്ടത്. അപ്പം നല്ല പതഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ കുറേ നേരം നമ്മളിങ്ങനെ ആക്കി കഴിയുമ്പോൾ ഇതുപോലെ പതഞ്ഞ് വരും. നമ്മൾ 15 മിനിറ്റ് നല്ലതുപോലെ ഇങ്ങനെ സ്പൂണ് കൊണ്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇതേപോലെ പതഞ്ഞ് വരും. അപ്പോൾ നമുക്ക് ഈ ക്രീമാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ക്രീം അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ സ്കിൻ നമുക്കൊന്ന് സ്റ്റീം ചെയ്ത് കൊടുക്കാം. നമ്മൾ സ്റ്റീം ചെയ്ത് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിൻ്റെ പോർസൊക്കെ ഒന്ന് ഓപ്പണായി നല്ല ബ്ലഡ് സർക്കുലേഷൻ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഇതുപോലെ സ്റ്റീം ചെയ്ത് കൊടുക്കുന്നത്. അപ്പം നമ്മൾ ഏത് ഫേസ് പാക്ക് ആണെങ്കിലും ഇതേപോലെ ഒന്ന് സ്റ്റീം ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. ഇനി നമുക്ക് നമ്മുടെ പാക്ക് അപ്ലൈ ചെയ്യാം. അപ്പം നമ്മുടെ ഫേസിൽ ഏതൊരു പാക്ക് അപ്ലൈ ചെയ്താലും ഞാനിതിപ്പോൾ കയ്യിലായതുകൊണ്ട് അങ്ങനെ ശ്രദ്ധിക്കുന്നില്ല. പക്ഷെ നിങ്ങളുടെ ഫേസിലൊരു പാക്ക് അപ്ലൈ ചെയ്യുമ്പോൾ എപ്പോഴും താഴെ നിന്നും മുകളിലോട്ട് വേണം നമ്മൾ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ. നമ്മൾ പാക്ക് അപ്ലൈ ചെയ്യുമ്പോഴും സ്കിൻ മസാജ് ചെയ്യുമ്പോഴൊക്കെ നമ്മൾ താഴോട്ടാണ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ സ്കിൻ താഴോട്ട് തൂങ്ങിപ്പോവാനുള്ള ചാൻസ് ഉണ്ട് കുറച്ച് പ്രായമായി വരുമ്പോൾ. അപ്പോൾ എപ്പോഴും നമ്മൾ മുകളിലോട്ട് മസാജ് ചെയ്ത് കൊടുക്കുകയും പാക്കൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഏജ് ആവും തോറും നല്ല സ്കിൻ നല്ല മുകളിലോട്ട് നല്ല ടൈറ്റ് ആയിരിക്കുമ്പോൾ അധികം ഏജ് തോന്നത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ മുകളിലോട്ട് മസാജ് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പം ഞാൻ കയ്യിലായതുകൊണ്ട് അതൊന്നും വലുതായിട്ട് ശ്രദ്ധിക്കുന്നില്ല. അപ്പോൾ നമ്മുടെ പാക്കൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഒരു 15 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. വെയിറ്റ് ചെയ്ത് കഴിഞ്ഞ് നമുക്കിത് നല്ലതുപോലെ മസാജ് ചെയ്യാം. ഇതേപോലെ സർക്കുലർ മോഷനിൽ നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കണം. ഫേസൊക്കെ മസാജ് ചെയ്യാനുള്ള സിമ്പിൾ മസാജ് ഒക്കെ നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി. സിമ്പിളായിട്ടുള്ള ഫേസ് മസാജൊക്കെ ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പം ഇതേപോലെ സർക്കുലർ മോഷനിൽ നമ്മൾ മുകളിലോട്ട് മസാജ് ചെയ്ത് കൊടുക്കണം. നമ്മൾ നല്ലതുപോലെ മസാജ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളൊരു നോർമൽ വാട്ടറിൽ സാധാരണ പച്ചവെള്ളത്തിൽ നമ്മൾ ഇതേപോലെ തുണി മുക്കി തുടച്ചെടുക്കുക. ഏതൊരു പാക്കിട്ടാലും ഇതുപോലെ തുടച്ചെടുക്കുന്നത് തന്നെയാണ് നല്ലത്. നമുക്ക് നല്ലതുപോലെ തുടച്ചെടുക്കാം. എന്നിട്ട് നമ്മൾ ഒരു ഫാനിൻ്റെ താഴെ വെള്ളവും ചെന്ന് നിന്ന് ആ ഒരു കാറ്റിൽ നമ്മൾ നോർമലായിട്ടുള്ള ആ ഒരു കാറ്റിൽ തന്നെ ഉണങ്ങി വരുന്നതാണ്. നമ്മൾ തുണിയൊന്നും ഇട്ട് പാക്കിട്ട് കഴിഞ്ഞ് വെള്ളം ഒഴിച്ച് കഴുകി തുടയ്ക്കുന്നതിനേക്കാളും എഫക്റ്റീവ് ഇതേപോലൊരു നനഞ്ഞ തുണി കൊണ്ട് തുടച്ച് അത് സാധാരണ ആ ഒരു കാറ്റിൽ ഉണങ്ങുന്നതാണ് എഫക്റ്റീവ്. കണ്ടോ, സ്കിൻ നല്ലൊരു ഷൈനിങ് ആയിട്ട് വന്നിട്ടുണ്ട്. നല്ലൊരു ഗ്ലോയും ബ്രൈറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ആ 2 കൈ നോക്കുമ്പോൾ അറിയാൻ പറ്റും വ്യത്യാസം. ഫേസിൽ നല്ലൊരു വ്യത്യാസം തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം. അഭിപ്രായം എന്താണേലും കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്.